ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ നമ്മളുടെ ഡ്രൈവർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ഏറ്റവും അവസാനത്തെ സിലബസിൻ്റെ ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഹസാർഡസ് വെഹിക്കിൾസുമായി ബന്ധപ്പെട്ടതും ഹസാർഡസ് ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഹസാർഡസ് വെഹിക്കിൾസിൽ ഉണ്ടായിരിക്കേണ്ട സേഫ്റ്റി മെഷേഴ്സും ഒക്കെയാണ് നമ്മളുടെ അവസാനത്തെ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ് ആൻഡ് സേഫ്റ്റി എന്നുള്ള ഭാഗങ്ങളൊക്കെ വരുന്നതൊക്കെ ആ ഒരു ഹസാർഡസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഹസാർഡസുമായി ബന്ധപ്പെട്ടുള്ള വാഹനങ്ങൾ കൊടുക്കുന്ന എമർജൻസി പാനൽസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് CMVR സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ എന്തെല്ലാം റൂളുകളാണ് പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയായിരിക്കണം നമ്മളുടെ പാനൽ വരുന്നത്, എമർജൻസി പാനൽ എങ്ങനെയായിരിക്കണം വരേണ്ടതെന്നും അതിൻ്റെ ഒരു മാതൃകയും ഒരു വാഹനത്തിൽ എവിടെയെല്ലാമാണ് എമർജൻസി പാനൽ ഘടിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കംപ്ലീറ്റ്ലി ഫുള്ളായിട്ട് തന്നെ കാണുക. അപ്പോൾ എങ്കിലേ ആ റൂളുകൾ ഏതാണെന്നുള്ളതും അതിലെന്താണ് പറഞ്ഞിട്ടുള്ളതെന്നും മനസ്സിലാക്കാൻ പറ്റൂ. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റത്തെ റൂള് 131 ഞാൻ പറയുന്നത്. അപകടകരവുമായ ചരക്കുകളുടെ സുരക്ഷിതമായ ഗതാഗതത്തിലുള്ള വിതരണക്കാരൻ്റെ ഉത്തരവാദിത്വം. അതായത് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരിക്കും, നമ്മൾ ഈ ഹസാർഡസ് ആയിട്ടുള്ള ഗുഡ്സ് കൊണ്ടുപോകുന്ന ഡിസ്ട്രിബ്യൂട്ടർ, അവരുടെ ഉത്തരവാദിത്വം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഒരു റൂൾ 131 പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ റൂൾ എന്താ നോക്കാം. പട്ടിക 3 ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും അപകടകരവുമായ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇനി പറയുന്നത് ഉറപ്പാക്കുന്നത് വിതരണക്കാരൻ്റെ ഉത്തരവാദിത്തമായിരിക്കും. അതായത് ഡിസ്ട്രിബ്യൂട്ടർക്ക് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ. അത് ഇത് കൊണ്ടുപോകുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരിക്കുമല്ലോ, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ ABC എന്ന് പറയണം. ഒന്നാമത്, പ്രസ്തുത സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ചരക്ക് വണ്ടിക്ക് സാധുവായ രജിസ്ട്രേഷൻ ഉണ്ട്. അതായത് വാഹനത്തിന് കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളുണ്ട് എന്നുള്ളത് അവർ ഉറപ്പിക്കണം കൊണ്ടുപോകുന്ന വാഹനത്തിന്. ദെൻ B പറയുന്നത്, വാഹനത്തിൽ ആവശ്യമായ പ്രഥമ ശുശ്രൂഷ, സുരക്ഷാ ഉപകരണങ്ങൾ, മറ്റു മരുന്നുകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഫസ്റ്റ് എയ്ഡ് വേണ്ടി വരും, അതേപോലെ തന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ വേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ വാഹനത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പിക്കേണ്ടതാണ്. ദെൻ അടുത്ത മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, കൊണ്ടുപോകുന്ന അപകടകരമായ ചരക്കുകളെ കുറിച്ച് ചരക്ക് വണ്ടിയുടെ ട്രാൻസ്പോർട്ടർ അല്ലെങ്കിൽ ഉടമക്ക് പൂർണ്ണമായ മതിയായ വിവരങ്ങൾ ഉണ്ടാവണം. അതായത് എന്താണോ നമ്മളുടെ വാഹനത്തിൽ കൊണ്ടുപോകുന്ന ചരക്ക്, ഹസാർഡസ് ആയിട്ടുള്ള ഗുഡ്സ് എന്നുള്ളത് കൃത്യമായിട്ട് അതിൻ്റെ ഉടമക്ക് കൃത്യമായിട്ടുള്ള വിവരം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അടുത്തത്, അത്തരം ചരക്കുകൾ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ള ചരക്ക് വണ്ടിയുടെ ഡ്രൈവർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഹസാർഡസ് ആയിട്ടുള്ളൊരു സംഭവം കൊണ്ടുപോവുകയാണ് നമ്മളുടെ വാഹനത്തിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വാഹനത്തിലെ ഡ്രൈവർക്ക് അതിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ അത് കൈകാര്യം ചെയ്യാനുള്ള, അത് ഹാൻഡിൽ ചെയ്യാനുള്ള ട്രെയിനിങ്, അതിൻ്റെ പരിശീലനം ആ ഡ്രൈവർക്ക് ലഭിച്ചിരിക്കണം. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോകുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ, ഇൻ കേസ് ഒരു ഗ്യാസ് സിലിണ്ടറിന് ലീക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ നെക്കിനോ എന്തെങ്കിലും പ്രോബ്ലം വന്ന് ലീക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഫ്ലെയിം ഉണ്ടായി കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കെടുത്താനുള്ള പരിശീലനം കാര്യങ്ങളൊക്കെ എന്തിരിക്കണം, ആ ഡ്രൈവർക്ക് കിട്ടിയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് രണ്ടാമത് നോക്കാം. ഓരോ വിതരണക്കാരനും ചരക്ക് വണ്ടിയുടെ ഉടമക്ക് കടത്തുന്ന അപകടകരമായ ചരക്കുകളെ കുറിച്ച് പൂർണ്ണവും മതിയായ വിവരങ്ങൾ അത്തരം ഉടമയും അതിൻ്റെ ഡ്രൈവറും പ്രാപ്തമാക്കുന്നതിന്. നോർമലി ആ ഡ്രൈവർക്കും അതേപോലെ തന്നെ അതിൻ്റെ ഉടമക്കും അതിനെക്കുറിച്ച് അറിയണം. അതിന് എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം. ഈ നിയമങ്ങളുടെ 129 മുതൽ 137 വരെയുള്ള നിയമങ്ങളുടെ ആവശ്യകതകൾ പാലിക്കുക. 129 മുതൽ 127 എന്ന് പറയുന്നത് നമ്മുടെ സ്പാർക്ക് അറസ്റ്ററും അതുപോലെ തന്നെ ഈ ഹസാർഡസിൻ്റെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അത് കൃത്യമായിട്ട് പാലിക്കുക. ഒപ്പം ഏതൊരു വ്യക്തിയുടെയും ആരോഗ്യത്തിനോ സുരക്ഷിതത്തിനോ അത്തരം ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് തിരിച്ചറിയുക, നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതായത് നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. ആ ഡ്രൈവറും എന്ത് ചെയ്യണം, ആ ഡിസ്ട്രിബ്യൂട്ടർ മാത്രമല്ല ആ ഡ്രൈവറും ആ വാഹനത്തിൽ കൊണ്ടുപോകുന്ന നമ്മളുടെ ഹസാർഡസ് ആയിട്ടുള്ള ഗുഡ്സ് കാരണം ഉണ്ടാകുന്ന അപകടങ്ങളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കണം. ഇങ്ങനെ അടുത്ത് ഈ നിയമങ്ങളുടെ 129 മുതൽ 137 വരെയുള്ള 129 ഉൾപ്പെടെയുള്ള എല്ലാ ചട്ടങ്ങളുടെ വ്യവസ്ഥകൾ പാലിക്കുന്നതിന് വിവരങ്ങൾ കൃത്യവും പര്യാപ്തവുമാണെന്ന് ഉറപ്പാക്കേണ്ടത് വിതരണക്കാരൻ്റെ കടമയാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 129 മുതൽ 137 വരെയാണ് നമ്മോട് പഠിക്കാനും പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് അടുത്തത് ഫോറസ്റ്റ് ഡ്രൈവറിൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്
കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഫോറസ്റ്റ് ഡ്രൈവറിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ചാൻസ് ആണ് 3 വർഷത്തിന് ശേഷം വിളിക്കുന്ന ഫോറസ്റ്റ് ഡ്രൈവർ എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളതിൽ നല്ല മാർക്കോട് കൂടിയിട്ടാണെങ്കിൽ നമുക്ക് നല്ലൊരു യൂണിഫോം പോസ്റ്റിലുള്ള തന്നെ നല്ലൊരു പോസ്റ്റിലുള്ള ഒരു ജോലി നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാച്ച് ഓൾറെഡി CCയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് അടുത്തത് റൂൾ 132 പറയാണ് ചരക്ക് വണ്ടിയുടെ ട്രാൻസ്പോർട്ടറുടെയോ ഉടമയുടെയോ ഉത്തരവാദിത്തം. അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഉടമയോ ഉണ്ടെങ്കിൽ ആ ഉടമയുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപകടകരമായ സാധനങ്ങൾ ചരക്ക് വണ്ടിയിലൂടെ ഉടമയുടെ ഉത്തരവാദിത്തം ഇനി പറയുന്നത് ഉറപ്പാക്കണം. ഉടമ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പാക്കിയിരിക്കണം. അപ്പോൾ ഒന്നാമത്, പ്രസ്തുത സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് ചരക്ക് വണ്ടിക്ക് സാധുവായ രജിസ്ട്രേഷൻ ഉണ്ടെന്നും പ്രസ്തുത ചരക്ക് കൊണ്ടുപോകുന്നത് പ്രസ്തുത വണ്ടി സുരക്ഷിതമാണെന്നും ഉടമ ഉറപ്പാക്കണം. നേരത്തെ നമ്മൾ പറഞ്ഞത് ഡിസ്ട്രിബ്യൂട്ടറുതാണ്, ഇത് ഡിസ്ട്രിബ്യൂട്ടറുടെ ഇതെന്ത് ചെയ്യുന്നത് ആ വാഹനത്തിന്റെ ഉടമയുടെ കാര്യമാണ് പറയുന്നത്. ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറും ഉടമയും ചില സമയങ്ങളിൽ ഒരാൾ തന്നെ ആയിരിക്കാം, അങ്ങനെ അല്ലാത്ത കേസസും വരും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തായാലും അതിൻ്റെ ഓണർക്ക് RC ഓണർ എന്ന് പറയുന്ന ആളുകൾക്ക് ഈ വാഹനത്തിൽ കൊണ്ടുപോകുന്ന ഈ ചരക്ക് ഈ വാഹനത്തിൽ കൊണ്ടുപോകാം എന്നുള്ളതും അതേപോലെ തന്നെ കൊണ്ടുപോകാൻ നല്ല സാധുവായിട്ടുള്ള രജിസ്ട്രേഷൻ കൃത്യമായിട്ടുള്ള അതിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ ആ വാഹനത്തിനുണ്ട് എന്നുള്ളതും ഉറപ്പാക്കണം. വാഹനത്തിൽ ആവശ്യമായ ഫസ്റ്റ് എയ്ഡ്, സുരക്ഷാ ഉപകരണങ്ങൾ, ടൂൾ ബോക്സ്, മറുമരുന്നുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പിക്കണം. നോർമലി നേരത്തെ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മനസ്സിലായിട്ടുണ്ടാവും. ദെൻ ഒരു ചരക്ക് വണ്ടിയുടെ ഓരോ ഉടമയും തനിക്ക് ചരക്ക് വണ്ടിയിൽ അപകടകരമായ ചരക്കുകൾ ഗതാഗതം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തൃപ്തിപ്പെടുത്തേണ്ടതാണ്. നൽകിയ വിവരം അദ്ദേഹം തന്നെ വിതരണക്കാരൻ എല്ലാ അർത്ഥത്തിലും പൂർണ്ണവും കൃത്യവുമാണെന്ന് അത്തരം സാധനങ്ങളുടെ വർഗീകരണമായി പൊരുത്തപ്പെടുന്ന റൂൾ 137 വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള വാഹനം, അദ്ദേഹത്തിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള വാഹനത്തിന് കൊടുക്കുന്ന ഗുഡ്സ് അത് എന്താണ് എന്നുള്ളത് ഈ ഡിസ്ട്രിബ്യൂട്ടർ പറയുമ്പോൾ അത് കൃത്യമാണെന്നുള്ളത് അദ്ദേഹം ഉറപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്ത മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഒരു ചരക്ക് വണ്ടിയുടെ ഉടമ ഗതാഗതത്തിനായി അവനെ ഏൽപ്പിച്ചിരിക്കുന്ന അപകടകരമായ ചരക്കുകൾ ബന്ധപ്പെട്ട് ഈ നിയമങ്ങളുടെ അനുബന്ധം 5 നൽകിയിരിക്കുന്നത് പോലെ അത്തരം വണ്ടിയുടെ ഡ്രൈവർക്ക് എല്ലാ പ്രസക്തമായ വിവരങ്ങളും രേഖാമൂലം നൽകിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും സ്വയം തൃപ്തിപ്പെടുത്തുകയും വേണം. അത്തരം ചരക്കുകളുടെ സ്വഭാവത്തെക്കുറിച്ചും അത്തരം ചരക്കുകളുടെ ഗതാഗതത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന അപകട സാധ്യതകളുടെ സ്വഭാവത്തെക്കുറിച്ചും അത്തരം ഡ്രൈവർമാർക്ക് മതിയായ ധാരണയുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ ഉചിതമായ നടപടിയെടുക്കാൻ പ്രാപ്തമാണെന്ന് ആ വാഹനത്തിൻ്റെ ഡ്രൈവർ ഉറപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത്. വാഹനം ചരക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് ആ ഡ്രൈവർക്ക് ഉണ്ടെന്നും ഇനി എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള അപകടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ അടിയന്തരമായിട്ടുള്ള സാഹചര്യത്തിൽ അയാൾക്ക് നടപടി എടുക്കാനുള്ള കഴിവും പ്രാപ്തിയും ആ ഡ്രൈവർക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഈ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഉടമ ഉറപ്പിക്കേണ്ടതാണ്. ഇത് നാലാമത്തെ പോയിന്റ് നോക്കാം. അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന ചരക്ക് വണ്ടിയുടെ ഉടമയും അത്തരം സാധനങ്ങളുടെ വിതരണക്കാരനും പോലീസ് അധികാരികൾ നിർദ്ദേശിക്കുകയോ അനുവദിക്കുകയോ ചെയ്യാത്ത പക്ഷം ഡ്രൈവർ ബാധ്യസ്ഥനാകുന്ന ഓരോ ട്രിപ്പിലും റൂട്ട് നൽകേണ്ടതാണ്. ലക്ഷ്യസ്ഥാനത്തേക്കും തിരിച്ചുമുള്ള ഓരോ യാത്രക്കും അങ്ങനെ നിശ്ചയിച്ചിട്ടുള്ള റൂട്ടിനെ പരാമർശിച്ച് അവർ ഒരു ടൈം ടേബിൾ നിശ്ചയിക്കും. അപ്പം നമ്മൾ വാഹനം കൊണ്ടുപോകുന്നതിന് റൂട്ട്, അതേപോലെ ട്രിപ്പ് ഏതൊക്കെയാണ്, ഏത് സമയത്താണ് എടുക്കുന്നത്, നമ്മൾ എങ്ങോട്ടാണ് എടുക്കുന്നത് കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് നൽകേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു നാലാമത്തെ സബ് റൂൾ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനം എന്ന് പറയുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് അപകടകരമായ വാഹനങ്ങളും ഉണ്ടായിരിക്കും, അതുപോലെ അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ചില സമയങ്ങളിൽ വാഹനത്തിൽ ഗുഡ്സ് ഇല്ലെങ്കിൽ പോലും തിരിച്ചു കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത് അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന ചരക്ക് വണ്ടിയുടെ ഡ്രൈവർ ഈ നിയമങ്ങളിലെ റൂൾ 9 വ്യവസ്ഥകൾ അനുസരിച്ച് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും ഉടമയുടെ കടമയാണ് അപ്പോൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? നമ്മളുടെ ഹസാർഡസ് ലൈസൻസിനെ കുറിച്ചാണ് ആ കാര്യം പറഞ്ഞത് ഹസാർഡസ് ലൈസൻസ്, അതായത് ഹസാർഡസ് ആയിട്ടുള്ള കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ലൈസൻസ് വേണം. അപ്പോൾ ആ ലൈസൻസ് ആ ഡ്രൈവർ കൈവശം വെച്ചിട്ടുള്ളത് ഉടമ ഉറപ്പിക്കേണ്ടത് ഉടമയുടെ കടമയാണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ അടുത്തത് നിയമങ്ങൾ 131, 132 എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെങ്കിലും അപകടകരമായ ചരക്കുകൾ കടത്തുന്ന ചരക്ക് കയറ്റുമതി ചെയ്യുന്നയാളും ചരക്ക് വണ്ടിയുടെ ഉടമയും
അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടറും 6 മാസത്തിനുള്ളിൽ ഈ വ്യവസ്ഥകൾ പാലിച്ചാൽ ഈ നിയമങ്ങളിലെ വ്യവസ്ഥകൾ മതിയായി പാലിച്ചിരിക്കണം. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് പ്രകാരം ഉണ്ടാവും. സെൻട്രൽ വെഹിക്കിൾ റൂൾസിലെ 1993 അമെൻമെൻറ്റ് പ്രകാരമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ നിയമങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് റൂൾ 133 ഡ്രൈവറുടെ ഉത്തരവാദിത്വം അല്ലേ. ഇപ്പോൾ നമ്മളുടെ ഡ്രൈവറുടെ ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞു. നമുക്ക് ഡ്രൈവർക്ക് കൃത്യമായിട്ട് അതിന് ഏബിൾ ആയിട്ടുള്ള ലൈസൻസ്, കൃത്യമായിട്ട് വാലിഡ് ആയിട്ടുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം. ദെൻ ഡ്രൈവറുടെ എന്തെല്ലാം ഡ്രൈവർക്ക് അതിൽ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന ഒരു ചരക്ക് വണ്ടിയുടെ ഡ്രൈവർ റൂൾ 132 സബ് റൂൾ 3 പ്രകാരം തനിക്ക് രേഖാമൂലം നൽകിയ വിവരങ്ങൾ ഡ്രൈവറുടെ ക്യാബിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അപകട സമയത്ത് എല്ലായ്പ്പോഴും ലഭ്യമാണെന്നും ഉറപ്പാക്കണം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകും. അപകടകരമായ ചരക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന വിവരങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ, അത് ഡ്രൈവർ ക്യാബിനിൽ എന്തിരിക്കണം, സൂക്ഷിച്ചിട്ടുണ്ടെന്നും എന്തെങ്കിലും അപകട സമയത്ത് അത് അദ്ദേഹത്തിന് കിട്ടുന്ന രീതിയിലായിരിക്കണം സൂക്ഷിച്ചിരിക്കേണ്ടത്. നമുക്ക് ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതായത് ആ വാഹനത്തിൽ എന്ത് ചരക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുന്ന ഒരു ചരക്ക് വണ്ടിയുടെ ഓരോ ഡ്രൈവറും ചരക്ക് വണ്ടി നീങ്ങുമ്പോൾ അത് എപ്പോൾ കൊണ്ടുപോകുന്ന അപകടകരമായ സാധനങ്ങളിൽ തീ, പൊട്ടിത്തെറി അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നിവ തടയുന്നതിന് ആവശ്യമായ എല്ലാ ദിശകളും എല്ലാ സമയത്തും നിരീക്ഷിക്കേണ്ടതാണ്. തീ, സ്ഫോടനം, മറ്റേതെങ്കിലും അപകട സാധ്യത എന്നിവയിൽ നിന്നും സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് ചരക്ക് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഉറപ്പാക്കണം. കൂടാതെ എല്ലാ സമയത്തും വാഹനം ഡ്രൈവറുടെ മുകളിലുള്ള ഏതെങ്കിലും കഴിവുള്ള വ്യക്തിയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ആയിരിക്കണം. നോർമലി എന്താണ്, ആ വാഹനത്തിൽ എന്തെങ്കിലും അപകടം സംഭവിക്കാതെ നോക്കണം. എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ഡ്രൈവർക്ക് ഉണ്ടായിരിക്കണം. ഇനി അദ്ദേഹത്തിന് ആ വാഹനത്തിന് ചുറ്റും എന്തെങ്കിലും തീപിടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ വണ്ടി ഡ്രൈവർ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഡ്രൈവറുടെ മുകളിലുള്ള ആരെങ്കിലും, ഇപ്പോൾ ഓണർക്കാണെന്നുണ്ടെങ്കിലും ആ വാഹനം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നോർമലി ഇപ്പോൾ ഹസാർഡസ് ആയിട്ടുള്ള വാഹനങ്ങൾക്കൊക്കെ GPS-ഉം ട്രാക്കറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഓൾറെഡി ഓണറുടെ കയ്യിലുണ്ടായിരിക്കും. വാഹനം എവിടെ എത്തി, എവിടെ നിന്ന് പോന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആ വാഹനത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഓണർക്ക് കാണാവുന്നതാണ്. ദെൻ റൂൾ 134 അടിയന്തര വിവര പാനൽ, നമ്മളെ എമർജൻസി പാനലാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. എമർജൻസി പാനൽ എല്ലാ വാഹനത്തിൻ്റെ സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എമർജൻസി പാനൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മെഷർമെൻറ്റ് കാര്യങ്ങളാണ് പറയുന്നത്. അതേപോലെ തന്നെ എമർജൻസി പാനൽ എവിടെയൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം കൂടി ഇതിൽ നമ്മൾ ഓർത്തിരിക്കണം. അപകടകരമായ ചരക്കുകൾ കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ ചരക്ക് വണ്ടികളും താഴെയുള്ള പട്ടികകൾ സൂചിപ്പിച്ചിരിക്കുന്ന 3 സ്ഥലങ്ങളിലും ഓരോന്നിലും അടിയന്തര വിവരങ്ങൾ പാനൽ കൊണ്ട് വ്യക്തമായും അടയാളപ്പെടുത്തിയിരിക്കണം. അങ്ങനെ അടിയന്തര വിവര പാനൽ വണ്ടിയുടെ ഇരുവശങ്ങളിലും അഭിമുഖീകരിക്കുന്നു. അതിൻ്റെ പിൻഭാഗത്ത് അത്തരം പാനൽ ഇനി പറയുന്ന വിവരങ്ങൾ അടങ്ങിയിരിക്കണം. അതായത് ഒരു വാഹനത്തിൻ്റെ ഇരുവശങ്ങളിലും അതിൻ്റെ പിൻഭാഗത്തും എന്തുണ്ടായിരിക്കണം, അതിൻ്റെ എമർജൻസി പാനൽ കൃത്യമായിട്ടുണ്ടായിരിക്കണം. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നുള്ള പറയുന്നു കേട്ടോ. 50 മില്ലിമീറ്റർ കുറയാത്ത ഉയരമുള്ള അക്ഷരങ്ങളിൽ അപകടകരമായ വസ്തുക്കളുടെ ശരിയായ സാങ്കേതിക നാമം അല്ലേ, കൃത്യമായിട്ടുള്ള അതിൻ്റെ കെമിക്കൽ നെയിം നമ്മൾ പറയാറുണ്ടല്ലേ, അത് 50 മില്ലിമീറ്റർ കുറയാത്ത ഉയരമുള്ള അക്ഷരങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അധികം ചോദിക്കുക കേട്ടോ. എമർജൻസി പാനൽ ഉണ്ടായിരിക്കേണ്ട സംഭവത്തിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ദെൻ നെക്സ്റ്റ് അടുത്തത് 100 മില്ലിമീറ്റർ കുറയാത്ത ഉയരമുള്ള അക്കങ്ങളിൽ റൂൾ 137 ചേർത്തിരിക്കുന്ന കോളം 1 പട്ടിക 1 നൽകിയിരിക്കുന്നത് പോലെ അപകടകരമായ സാധനങ്ങളുടെ UN ക്ലാസ് നമ്പർ. അപ്പോൾ അതിൻ്റെ ഒരു അളവ് പറയുന്നുണ്ട്, 100 മില്ലിമീറ്റർ ആണ് പറയുന്നത്. 100 മില്ലിമീറ്ററിൽ കുറയാത്ത ഉയരമുള്ള അക്കങ്ങളിലായിരിക്കണം അത് മാർക്ക് ചെയ്യേണ്ടത്. ദെൻ അടുത്തത് 250 മില്ലിമീറ്ററിൽ കുറയാത്ത ചതുരശ്ര വലിപ്പമുള്ള അപകടകരമായ സാധനങ്ങളുടെ ക്ലാസ് ലേബൽ അല്ലേ. 250 മില്ലിമീറ്ററിൽ കുറയാത്ത ചതുരശ്ര വലിപ്പമുള്ള. ദെൻ അടുത്തത് 50 മില്ലിമീറ്ററിൽ കുറയാത്ത ഉയരമുള്ള അക്കങ്ങളുടെയും തീപിടുത്തമോ മറ്റേതെങ്കിലും അപകടമുണ്ടായാൽ ബന്ധപ്പെടേണ്ട എമർജൻസി സർവീസുകളുടെ പേരും ടെലിഫോൺ നമ്പറും, ചരക്കിൻ്റെയോ അപകടകരമായ സാധനങ്ങളുടെ പേരും ടെലിഫോൺ നമ്പറും, മറ്റു വ്യക്തികളിൽ നിന്ന് വിദഗ്ധ വിവരങ്ങളും ഉപദേശവും നൽകുന്നതിനും ചരക്ക് വാഹനങ്ങൾ വിനിയോഗിക്കുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് സിമ്പിളായിട്ട് തന്നെ പറയാം. അത്ര വലിയൊരു സെൻറ്റൻസ് നോക്കണ്ട. അതായത് നമ്മളുടെ വാഹനത്തിൽ നമ്മളുടെ ഏത് ക്ലാസ് ലേബലാണ് അതിലുള്ള ഹസാർഡസ് എന്നുള്ളത് നമ്മളതിൽ മാർക്ക് ചെയ്ത് വെക്കണം. അതോടൊപ്പം തന്നെ എമർജൻസി ആയിട്ട് നമുക്ക് വിളിക്കേണ്ട പേര്, ടെലിഫോൺ നമ്പർ അതിലുണ്ടായിരിക്കണം അല്ലേ.
ഇപ്പം അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു റിഫൈനറി എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചരക്കെടുത്ത് വരുന്നുണ്ടെങ്കിൽ ആ റിഫൈനറിയിലെ കോൺടാക്ട് നമ്പർ വരെ അല്ലേ, അത് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ വിദഗ്ധ പരിശീലനം നേടിയ ആളുകൾ ഉണ്ടായിരിക്കും അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കോൺടാക്ട് ചെയ്യാൻ ആവശ്യമായ നമ്പർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടു, ഡ്രൈവർക്ക് ആ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും, പക്ഷേ ഡ്രൈവർ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് അയാളുടെ ആക്സിഡൻറ്റ് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് കാണുന്ന ആളുകളായുള്ള മറ്റുള്ള ആളുകൾക്ക് അല്ലേ, സൊസൈറ്റിയിലെ മറ്റുള്ള ആളുകൾക്ക് അത് വിളിക്കാനുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നമ്പർ ആയിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് അല്ലേ 50 മില്ലിമീറ്ററിൽ കുറയാത്ത ഉയരമുള്ള അക്ഷരത്തിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള നമ്പറുകൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ രണ്ടാമത്തെ സബ് റൂൾ 1 അടങ്ങിയിരിക്കുന്ന വിവരങ്ങൾ ഒരു പ്രത്യേക യാത്രയിൽ കൊണ്ടുപോകുന്ന പ്രത്യേക അപകടകരമായ സാധനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റിക്കർ മുഖേന വാഹനത്തിൽ പ്രദർശിപ്പിക്കേണ്ടതാണ്. ഫ്രണ്ടിൽ നമ്മൾ ഓൾറെഡി കൊടുക്കാറുണ്ട് അല്ലേ, LPG അർജന്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. എല്ലാ ക്ലാസ് ലേബലുകളും എമർജൻസി ഇൻഫർമേഷൻ പാനലും ഗുഡ്സ് കാരേജ് അടയാളപ്പെടുത്തിയിരിക്കണം. കൂടാതെ എല്ലായ്പ്പോഴും തടസ്സങ്ങളിൽ നിന്ന് വൃത്തിയായി സൂക്ഷിക്കണം. അതായത് നമ്മൾ ഈ എമർജൻസി പാനലിലൊന്നും വൃത്തികേടാകരുത്, കൃത്യമായിട്ട് ആളുകൾക്ക് കാണുന്ന രീതിയിൽ വേണം അത് അറേഞ്ച് ചെയ്ത് വെക്കാൻ. അപ്പം നെക്സ്റ്റ് നമുക്ക് എമർജൻസി പാനലിൽ എവിടേക്ക് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണിക്കുന്നത്. അപ്പോൾ എമർജൻസി ഇൻഫർമേഷൻ പാനൽസ് ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ തന്നെ വശങ്ങളിൽ കൊടുത്തിരിക്കുന്നത്, അതേപോലെ തന്നെ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ, അതേപോലെ അതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്, ബാക്കിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ഒരു വശങ്ങളിൽ അല്ലേ, ഒരു വാഹനത്തിൻ്റെ വശങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതൊരു ബോക്സ് ടൈപ്പ് കണ്ടെയ്നർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വശങ്ങളിൽ, അതിൻ്റെ പിന്നിൽ, അതോടൊപ്പം തന്നെ അതിൻ്റെ മുൻവശത്തൊക്കെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്ലാസ് ലേബൽസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ക്ലാസ് ലാബിൽ എവിടെ കൊടുത്തിട്ടുള്ളതെന്നുള്ളതിലും ഇൻഫർമേഷൻ പാനൽ എവിടെയാണ് കൊടുത്തിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഒരു ടാങ്കർ പോലുള്ള വാഹനങ്ങളിൽ അല്ലേ, ടാങ്കർ പോലുള്ള വാഹനങ്ങളിൽ കൊടുത്തിരിക്കുന്നത് സൈഡ് വശങ്ങളിൽ കൊടുത്തിരിക്കുന്നതും ബാക്കിൽ റിയറിൽ കൊടുത്തിരിക്കുന്നതും ഫ്രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നതും അല്ലേ, ഏത് ക്ലാസ്സാണെന്ന് മനസ്സിലാവുന്ന വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ പാനൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ഘടിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു പിക്ചറിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് 3 വശങ്ങളിലും 2 വശങ്ങളിലും പിന്നിലും കൊടുത്തിരിക്കണം എമർജൻസി പാനൽ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ക്ലാസ് ലേബൽസിലെ നമ്മൾ ക്ലാസ് ലേബൽസ് എമർജൻസി പാനലിൻ്റെ അകത്ത് വരുന്നുണ്ട്, അതിന് പുറമെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഈ ഒരു എമർജൻസി പാനലിൻ്റെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടത്. ഇവിടെ കറക്റ്റ് ടെക്നിക്കൽ നെയിം എന്താണോ നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ ടെക്നിക്കൽ നെയിം അല്ലേ അതുണ്ടായിരിക്കണം. അപ്പോൾ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ LPGക്ക് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു UN നമ്പർ, അതേപോലുള്ള കാര്യങ്ങൾ എമർജൻസി ഡയൽ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരിക്കേണ്ട നമ്പർ അല്ലേ, പോലീസ്, ഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ റിഫൈനറിയിലെ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ നമ്പർ കാര്യങ്ങൾ കൊടുക്കും. അതേപോലെ തന്നെ അഡ്വൈസ് കൊടുക്കും, ചെറിയ രീതിയിൽ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും. ഇവിടെ നമ്മളുടെ ക്ലാസ് ലേബൽ ഉണ്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മിനിമം സൈസാണ് ഈ കാണിക്കുന്നത് അല്ലേ, ഇതിൻ്റെ 600-800 സൈസിലാണ് ഇത് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതാണ് ഒരു എമർജൻസി പാനൽ വരുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എമർജൻസി പാനൽ എങ്ങനെയാണ്, അതിലെ മിനിമം സൈസുകൾ, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ അടങ്ങിയിരിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇതേപോലെയുള്ള എക്സാമുകൾക്ക് PSCയുടെ ഡ്രൈവർ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹസാർഡസ് വെഹിക്കിൾസിലെ ഡ്രൈവറുടെ കടമകൾ, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറുടെ കടമകളൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇൻഫർമേഷൻ പാനൽ അല്ലേ, എമർജൻസി ഇൻഫർമേഷൻ പാനലിനെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്ത് എത്തിക്കുക. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.